അങ്ങനെ പറയല്ലേ, നമ്മൾ തമ്മിലുള്ള ഇടപാടൊക്കെ അവസാനിച്ചതല്ലേ. മാഡം മാഡത്തിന്റെ പവർ കാണിച്ചു, അപ്പൊ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പവർ കാണിക്കണ്ടേ? നീ വന്നേ. നീ എന്താണ് ഞങ്ങളെ കുറിച്ച് കരുതിയേ? ഞങ്ങൾ ഒരു പൊട്ടന്മാരാണെന്നോ? നീ പറഞ്ഞിട്ടാ ഞങ്ങൾ മോഷ്ടിക്കാൻ കയറിയതെന്നും നീ ആവശ്യപ്പെട്ടിട്ടാ ഞങ്ങൾ നന്ദിനിയെ കൊല്ലാൻ ശ്രമിച്ചതെന്നും ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കും. ഏയ്, നിങ്ങൾ പറയുന്നത് കേക്ക്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടുന്ന് തിരിച്ചു പോ. ഞങ്ങളുടെ തീരുമാനത്തിന് മാറ്റമില്ല. നോക്ക്, നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. തിരിച്ചു തന്ന 75 പവൻ സ്വർണത്തിന്റെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ ഞാൻ ഇട്ടു തരാം. ആരോടും ഒന്നും പറയരുത്. എത്ര പണം വേണമെങ്കിലും തരാന്നാ പറയുന്നേ. എന്ത് വേണം? അങ്ങനെയാണെങ്കിൽ അതിപ്പോ തന്നെ കിട്ടുകയും വേണം, അല്ലെങ്കിൽ നടക്കില്ല മാഡം. ഓക്കെ, തരാം. നിങ്ങൾ ചോദിച്ച തുക ഞാൻ തന്നിരിക്കും. നിങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങ്. അത് വേണ്ട, എന്റെ അക്കൗണ്ട് നമ്പർ മാഡത്തിന്റെ കയ്യിലുണ്ടല്ലോ. പണം ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ വരണം, എന്നാലേ ഞങ്ങൾ തിരിച്ചു പോകൂ. മാഡം ഞങ്ങളുടെ കൂട്ടുകാരനെ വിളിച്ചു വരുത്തിയത് ഓർമ്മയില്ലേ? അതുപോലെ തന്നെയാ ഇതും. എന്ത് വേണോന്ന് മാഡം തന്നെ തീരുമാനിച്ചോ. അവള് പണം ഇടില്ല. അവള് നമ്മളെ തോൽപ്പിക്കാൻ വേറെന്തെങ്കിലും വഴി നോക്കുമായിരിക്കും. അതിന് നമുക്കെന്താ? നമ്മൾ എന്തായാലും തീരുമാനിച്ചതല്ലേ. രാജേഷേ, അവള് പണം ഇട്ടു. അവളാ. ഹലോ, പണം കിട്ടിയില്ലേ? കിട്ടി. ഇനി അവിടെ നിന്ന് പുറത്തിറങ്ങ്. ഇറങ്ങാം. നഷ്ടപ്പെട്ടതിൽ കൂടുതൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് പോവാം. അത് ഞാൻ നോക്കിയിട്ട് പറയാം, എന്നിട്ട് അയച്ചാൽ മതി. നന്ദിനി, നന്ദിനി, എടാ ഓടാ, വേഗം വിട്ടോടാ, ഓട്. നന്ദിനി, നന്ദിനി, സർ, അവന്മാരാണ് തട്ടിക്കൊണ്ടുപോയത്.
നന്ദിനി എന്തെങ്കിലും പറ്റിയോ? എഴുന്നേക്ക്. സർ, അവന്മാരാ സർ എന്നെ തട്ടിക്കൊണ്ടുപോയത്. അവന്മാരാ AC മെക്കാനിക്കലായിട്ടൊന്ന് വീട്ടിൽ വന്നത്. അവന്മാരെ നമുക്ക് കണ്ടുപിടിക്കാം. തനിക്ക് എന്തെങ്കിലും പറ്റിയോ? നോക്കട്ടെ. അയ്യോ, കൈ ഒരുപാട് പൊട്ടിയല്ലോ. എന്നാലും അവന്മാരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അത് നമുക്ക് നോക്കാന്ന് പറഞ്ഞില്ലേ? താൻ വന്നേ. വാ. അന്ന് ആ വീഡിയോ ഫുട്ടേജിൽ നിന്ന് അവന്മാരെ കണ്ടെത്തേണ്ടതായിരുന്നു. അത് ഒരുത്തും വന്ന് നശിപ്പിച്ചു. അന്ന് അവന്മാരെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ ഒരു വരവ് വരാൻ അവന്മാരുണ്ടാവുമായിരുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല സർ, എന്തിനാ അവർ എന്നെ തേടി തേടി വരുന്നേ? എന്താ അവർക്ക് വേണ്ടത്? എന്റെ ജീവനോ? അതൊക്കെ നമുക്ക് കണ്ടെത്താം. അതിനുള്ള മാർഗം എനിക്കറിയാം. കൈ നോക്കട്ടെ. താൻ ഇവിടെ ഇരിക്കും, മരുന്ന് വെക്കാം. വേണ്ട സർ, ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് തുളസിയിലയുടെ നീര് മറ്റോ വെച്ചോളാം. ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? മുറിവ് പറ്റിയ മരുന്ന് വെക്കണം. താ അവിടെ ഇരുന്ന് ഇരിക്കെ. അവരെ നിസ്സാരക്കാരല്ല നന്ദിനി. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് വരണമെങ്കിൽ അവന്മാർക്ക് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഒരു മിനിറ്റ് നേരത്തെ എനിക്ക് വരാൻ പറ്റിയിരുന്നെങ്കിൽ അവന്മാരെ ഞാൻ വിടില്ലായിരുന്നു. അത് പോട്ടെ സർ. കുടുംബത്ത് കയറി വന്ന് ആക്രമിക്കാൻ നോക്കിയിട്ട് അത് പോട്ടേന്നോ? എന്തെങ്കിലും എന്റെ കൈ കിട്ടും. അന്നവരുടെ കൈയും കാലും ഞാൻ തല്ലി പിടിക്കും. സോറി. കുറച്ച് നീറ്റലൊക്കെ ഉണ്ടാവും. രാത്രി ഒരു തവണ കൂടി പുരട്ടിയാൽ മതി. അപ്പൊ പിന്നെ ഈ പാട് പോലും ഉണ്ടാവില്ല. അത്രയ്ക്ക് സ്ട്രോങ് മെഡിസിനാ. മതി മതി മതി. മോളിരുന്നേ, എന്താണ് സംഭവിച്ചത്? അച്ഛാ, നന്ദിനെ തട്ടിക്കൊണ്ടുപോയി വീണ്ടും വന്നു. അവർ ഉമ്മറത്ത് വന്ന് നിൽക്കുമ്പോ നന്ദിനി പുറത്തുനിന്നും വന്നു. അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്ന അച്ഛാ, ഞാൻ താഴേക്ക് ചെല്ലുമ്പോഴേക്കും ഇയാളെ തള്ളി വീഴ്ത്തി അവർ രക്ഷപ്പെട്ട് കളഞ്ഞു. സൂര്യ, ഇതിപ്പോ തന്നെ പോലീസിൽ പറയണം. എന്നിട്ടെന്തിനാ? കൂടിപ്പോയാ അവരെ കിട്ടിയില്ലല്ലോ എന്നല്ലേ അവര് പറയൂ. മോളെ നന്ദിനി, ഇത്തരത്തിന് നിന്നെ ദ്രോഹിക്കാൻ ആരാ മോളെ നിന്റെ ശത്രുക്കള്? എനിക്കറിയില്ല സർ. കാർത്തികൻ ജയിലില്ല, പകരം വീട്ടെന്ന് അയാളുടെ അനുജൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് കാർത്തികേയനെ കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അവന്മാരുമായിട്ട് പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പേ ഇവന്മാര് നിന്റെ പുറകിലുണ്ടായിരുന്നില്ലേ? മുൻപ് ഞാൻ പറഞ്ഞിട്ടില്ലേ സർ, ആ ജ്വല്ലറിക്കാരനും പോലീസുകാരനും ഇനി അവരെങ്ങാനും. എന്തായാലും പോലീസിൽ വിളിച്ച് പറയാം. നാളെ ഒരു പ്രശ്നം ഉണ്ടായാല് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തില്ല എന്ന് പറയരുതല്ലോ. ഞാനൊന്ന് വിളിച്ചു പറയട്ടെ. നന്ദിനി, പേടിയുണ്ടോ തനിക്ക്? ഉണ്ട് സർ. എന്റെ ജീവനെ കുറിച്ച് ഓർത്തിട്ടൊന്നുമല്ല, എന്റെ കുടുംബത്തിനെ കുറിച്ച് ഓർത്ത്. എനിക്കെന്തേലും സംഭവിച്ചു പോയാ അവര് പെട്ടെന്ന് ആരുമില്ലാത്തവരായി പോവും. പിന്നെ അവര്. താൻ പേടിക്കണ്ട, തൻ്റെ ഒപ്പം ഞാനുണ്ട്. അതെന്റെയും കൂടി കുടുംബമല്ലേ. അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്.